friends, welcome back to my channel. എൻ്റെ പേര് സ്മിത. ഞാനിപ്പോൾ യുകെയിലാണുള്ളത്. നിങ്ങൾ അതുമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, യു കെയിൽ PR കിട്ടാനുള്ള വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ 10 വർഷത്തെ റൂട്ടും, അതല്ല നമ്മൾ സ്കിൽഡ് വർക്കർ വിസയിലോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷത്തെ റൂട്ടുമാണ്. എറേഴ്സായിട്ട് വന്നു കഴിഞ്ഞാലോ സ്റ്റുഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാലോ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാനോ നമുക്ക് കൂടെ നിർത്താനോ ഒന്നും സാധിക്കില്ല. പക്ഷേ 3 വർഷത്തെ ഒരു റൂട്ട് വിസയുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എങ്കിൽ ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 3 ഇയറിന് ശേഷം നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും യു കെയിൽ. അത് എന്ത് ടൈപ്പ് വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ടാലൻറ്റ് വിസ. ഇനി നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാം. ഗ്ലോബൽ ടാലൻറ്റ് വർക്ക് വിസയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ലീഡറോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ലീഡറോ ആയിരിക്കണം ഈ പറയുന്ന 3 കാറ്റഗറിയിൽ: ആർട്സ് ആൻഡ് കൾച്ചറിലോ, ഡിജിറ്റൽ ടെക്നോളജിയിലോ, അല്ലെങ്കിൽ റിസർച്ച് ഓർ അക്കാഡമിയിലോ. ഗ്ലോബൽ ടാലൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 18 വയസ്സിന് മുകളിലുമായിരിക്കണം. ഗ്ലോബൽ ടാലൻറ്റ് വിസ എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പം ഗവൺമെൻറ് സൈറ്റിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് അക്കാഡമിയിലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ 3 ഫീൽഡിൽ നമ്മൾ പൊട്ടൻഷ്യൽ ലീഡറോ അല്ലെങ്കിൽ നമ്മൾ കഴിവ് തെളിയിച്ചവരായിരിക്കണം. നമ്മൾ അതിൽ എക്സെപ്ഷണൽ കേസ് ഉള്ളവരായിരിക്കണം, എക്സെപ്ഷണൽ ടാലൻറ്റ് ഉള്ളവരായിരിക്കണം. ഇനി നിങ്ങൾക്ക് അതൊരു എൻഡോഴ്സ്മെൻറ്റ് ബോഡി വഴിയാണ് നിങ്ങൾക്ക് എൻഡോഴ്സ്മെൻറ്റ് ബോഡീസിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഈ ഗ്ലോബൽ ടാലൻറ്റ് വിസയിൽ കയറി വരാൻ പറ്റും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ്സ് എലിജിബിൾ ആയിട്ടുള്ള അവാർഡ്സ് കിട്ടണം. അതെന്താണെന്നും ഈ വിശദമായിട്ട് ഈ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് 5 വർഷം വരെ നമുക്ക് ഈ ഒരു വിസയിൽ താമസിക്കാം. നിങ്ങൾക്ക് ഇതിൽ വേണ്ടി കൂടുതൽ നാൾ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റൻഷൻ 1 year to 5 years ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PR 3 or 5 years ആണ്. 3 years കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഇവിടുന്ന് നിങ്ങൾ വിസ ഇൻസൈഡ് UK ആണെങ്കിൽ വേറെയാണ്, ഔട്ട്സൈഡ് UK ആണെങ്കിൽ വേറെയാണ്, സ്വിച്ചിങ് ആണെങ്കിൽ ഒരു വിസയിൽ നിന്ന് വേറൊരു വിസയിലോട്ട് സ്വിച്ച് ചെയ്യുവാണെങ്കിലും വേറെയാണ്. അതെല്ലാം വിശദമായിട്ട് ഈ ഒരു സൈറ്റിൽ കിടപ്പുണ്ട്. ഇനി ഡിസിഷൻ എടുക്കാനുള്ള ടൈം 3 weeks, ഔട്ട്സൈഡ് ആണെങ്കിൽ 5 weeks. ഇനി അതിൻ്റെ റേറ്റും നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് ബോഡിക്ക് അപ്ലൈ ചെയ്യുമ്പം ഫുള്ള് ടോട്ടൽ 716 അതിലാദ്യം എൻഡോഴ്സ്മെൻറ്റ് ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഫീസ് അടയ്ക്കണം. അതിനുശേഷം ബാക്കി വിസ ഫീസാണ്. അതും വിശദമായിട്ട് ഇതിൽ കിടപ്പുണ്ട്. ഇനി എൻഡോഴ്സ്മെൻറ്റ് ബോഡി ഏതാണെന്ന് അറിയണമെങ്കിൽ അത് നിങ്ങൾ ഓരോ കാറ്റഗറിക്കും ഡിഫറെൻറ്റ് എൻഡോഴ്സ്മെൻറ്റ് ബോഡീസാണ്. നമ്മൾ എന്താണ് ഈ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എക്സെപ്ഷണൽ കേസ് ആയിരിക്കണം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ലീഡർ ആയിരിക്കണം. ഇനി ഓരോ കാറ്റഗറിക്കും ഡിഫറെൻറ്റ് എൻഡോഴ്സ്മെൻറ്റ് ബോഡീസാണ്. ലൈക്ക് ആർട്ടിസ്റ്റിന് വേറെ, എൻജിനീയേഴ്സിന് വേറെ, അങ്ങനെ. അപ്പം അത് ഒരു എൻഡോഴ്സ്മെൻറ്റ് ബോഡിയെ കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് എൻഡോഴ്സ്മെൻറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളെ അപ്രൂവ് ചെയ്യുന്ന ഒരു സ്ഥാപനം, ഒരു സെൻറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ടുള്ളത് എല്ലാം ഈ ഗവൺമെൻറ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ വിസ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ നിങ്ങൾക്കിപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. നമുക്ക് ആർട്സിൻ്റെ കാര്യം നോക്കാം. ഇപ്പം ആർട്സിൻ്റെ തന്നെയാണെങ്കിൽ അതിൽ ആർക്കിടെക്ചറിൻ്റെ ഉണ്ട്, ഫാഷൻ ഡിസൈനിൻ്റെ ഉണ്ട്, ഫിലിം ആൻഡ് ടെലിവിഷൻ്റെ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് എൻഡോഴ്സ്മെൻറ്റ് കിട്ടുന്നത്, അത് റിഫ്യൂസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എന്നെല്ലാം ഇതിൽ കിടപ്പുണ്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നുകിൽ പൊട്ടൻഷ്യൽ ലീഡർ ആയിരിക്കണം അല്ലെങ്കിൽ എക്സെപ്ഷണൽ ടാലൻ്റ് ഉള്ള ആളായിരിക്കണം. നിങ്ങൾ ആർട്ടിൽ പെർഫോമൻസോ പബ്ലിക്കേഷൻസോ എക്സിബിഷൻസോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പേപ്പർ ഇതിൽ നമുക്ക് വെക്കാവുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഒരു 5 year എക്സ്പീരിയൻസ് എങ്കിലും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്നത്, നിങ്ങളുടെ CV എങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ LOR എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലെറ്റർ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ സ്വന്തം ഫീൽഡ് തന്നെ ആകുമ്പം നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നോക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് പറയുന്നത്, എന്തൊക്കെ ലെറ്റേഴ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, എന്തൊക്കെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഈ സൈബർ സെക്യൂരിറ്റിയുടെ ആയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും അത് സ്പെസിഫൈ ചെയ്ത് അതിൽ തന്നെ എന്തൊക്കെ വേണമെന്നും LORഉം SOPയും നമുക്ക് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സും എല്ലാം ഇതിൽ തന്നെ കിടപ്പുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വരെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.